ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക് ഇതൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭാഗത്തു നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. നോക്കുക, 2019 മാർച്ചിലെ questions ആണ്. Question number 2. Consider the following transactions and record them into appropriate special journals for the month of January 2018. 2018 കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മളോട് അപ്രോപ്രിയേറ്റ് സ്പെഷ്യൽ അനുയോജ്യമായ സ്പെഷ്യൽ ജേർണലുകളിലേക്ക് റെക്കോർഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2018 ജനുവരി 1 നമ്മൾ ആദ്യം ഓരോ ട്രാൻസാക്ഷനും വായിക്കണം. അത് ഏത് ഡേ ബുക്കിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം അനുയോജ്യമായ ബുക്കുകളെല്ലാം വരയ്ക്കണം, അതിലേക്ക് റെക്കോർഡ് ചെയ്യണം. ജനുവരി 1-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹48,000. 48,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. നോക്കിക്കേ, ഇത് എന്ത് സെയിലാണ്? ഫോർ ക്യാഷ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഏത് സെയിലാണ്? ക്യാഷ് സെയിലാണ്. അപ്പം ക്യാഷ് സെയിൽസ് രേഖപ്പെടുത്തേണ്ട ബുക്ക് ഏതാണ്? ക്യാഷ് ബുക്കാണ് അല്ലേ. അപ്പോൾ തന്നെ ക്യാഷ് ബുക്ക് എടുക്കുക. ക്യാഷ് ബുക്ക് ഇതെങ്ങനെയാണ്? സാധനങ്ങൾ വിറ്റപ്പോൾ 48,000 രൂപ വന്നതാണ് അല്ലേ. അതായത് റെസീപ്റ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ എൻട്രി എന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാഷ് അക്കൗണ്ട്, ഡെറ്റർ, സെയിൽസ് അക്കൗണ്ട് എന്നല്ലേ. അപ്പം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ ജനുവരി 1-ാം തീയതി സെയിൽസ് എന്നും പറഞ്ഞ് 48,000 റുപ്പീസ് വന്നതായിട്ട് റെസീപ്റ്റായിട്ട് കാണിക്കണം. ഓക്കെ. ഇനി 7-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശിവറാം ഇലക്ട്രിക്കൽസ് ഇൻവോയ്സ് നമ്പർ 25 ₹1,200 per piece ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. നോക്കിക്കേ, പർച്ചേസ്ഡ് ആണ്, ശിവറാം ഇലക്ട്രിക്കൽസിൽ നിന്നാണ്. അപ്പോൾ ഇത് എന്ത് പർച്ചേസ് ആണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. പിന്നെ ഇതിൽ ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് രേഖപ്പെടുത്തുന്ന ബുക്ക് ഏതാണ്? പർച്ചേസ് ഡേ ബുക്കാണ് അല്ലേ, അല്ലെങ്കിൽ പർച്ചേസ് ജേർണലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസ് ജേർണൽ വരയ്ക്കുക. പർച്ചേസ് ജേർണലിലേക്ക് ഉണ്ടോ. അപ്പം ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ ഉള്ളത് കാരണം നമ്മൾ ഇൻവോയ്സ് നമ്പറിനും കൂടി കോളം പ്രൊവൈഡ് ചെയ്യണം. നെയിം ഓഫ് സപ്ലയർ ആരാണ്? ശിവറാം ഇലക്ട്രിക്കൽസ് ആണ് അല്ലേ. അപ്പം എന്താണ് അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത്? 20 ഫാനാണ്, 1,200 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 24,000 രൂപയാണ് അതിൻ്റെ വരുന്നത്. പിന്നെ ട്രേഡ് ഡിസ്കൗണ്ട് 10% ഉണ്ട്, അത് കുറച്ചിട്ടുള്ള എമൗണ്ട്. പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഏത് ബുക്കിലേക്കാണ് എങ്ങനെയാണെന്ന് മാത്രം നമുക്ക് ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് 10-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹13,800 13,800 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. കണ്ടോ, ഇത് എന്ത് പർച്ചേസ് ആണ്? ക്യാഷ്, ഫോർ ക്യാഷ് ആണ്. അപ്പം പർച്ചേസ് ആണ്, ക്യാഷ് പർച്ചേസ് ആണ്. രേഖപ്പെടുത്തേണ്ട ബുക്ക് ഏതാണ്? ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിൽ ഇതെന്ന് പറയുമ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണ്? പേയ്മെൻ്റ് ആണ് അല്ലേ. അതായത് അതിൻ്റെ എൻട്രി വരുന്നത് എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. അപ്പം പേയ്മെൻറ്റ് സൈഡിൽ ജനുവരി 10-ാം തീയതി എന്തെന്നും പറയുക, 13,800 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ. ഇനി 11-ാം തീയതി സോൾഡ് ഗുഡ്സ് ടു പാർവതി ട്രേഡേഴ്സ്. സെയിൽസ് ആണ്, പാർവതി ട്രേഡേഴ്സിനാണ് വിറ്റിരിക്കുന്നത്. ക്രെഡിറ്റ് സെയിലാണ് അല്ലേ. അപ്പോൾ രേഖപ്പെടുത്തേണ്ട ബുക്ക് ഏതാണ്? സെയിൽസ് ഡേ ബുക്കിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പം ഓരോ ഐറ്റംസും എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് ഇന്നർ കോളത്തിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് രേഖപ്പെടുത്തുക. അപ്പം സെയിൽസ് ഡേ ബുക്കിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. ഉണ്ടോ, ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് സെയിൽസ് ബുക്ക് ഉണ്ടോ. ജനുവരി 11-ാം തീയതി ഓരോന്നും കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തുക. ഇനി നെക്സ്റ്റ് 15-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഗം ഏജൻസീസ്. രാഗം ഏജൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്നു. എന്ത് പർച്ചേസാണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. രേഖപ്പെടുത്തേണ്ട ബുക്ക് പർച്ചേസ് ഡേ ബുക്കാണ്. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ രാഗം ഏജൻസിക്ക് നിന്നും വാങ്ങിച്ചതായിട്ട് ഐറ്റംസ് കൊടുത്തിരിക്കുന്നു, എമൗണ്ട് എഴുതിയിരിക്കുന്നു, ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്കും കാണിച്ചിരിക്കുന്നു. 20-ാം തീയതി ക്യാഷ് സെയിൽസ് ₹3,400.
3400 രൂപയുടെ ക്യാഷ് സെയിൽസ് ആണ്. കണ്ടോ, ക്യാഷ് സെയിൽസ് ആണ്. ഏത് ബുക്കിലാണ് പോകേണ്ടത്? ക്യാഷ് ബുക്കിലേക്കാണ് പോകേണ്ടത്. സെയിൽ നടക്കുമ്പോൾ എന്താണ്? ക്യാഷ് റെസിപ്റ്റ് ആണ്. 20-ാം തീയതി സെയിൽസ് എന്ന് പറഞ്ഞ 3400 രൂപ വരവ് വെച്ചിരിക്കുന്നു. ക്ലിയർ? ഇനി 28-ാം തീയതി സോൾഡ് ഗുഡ്സ് ടു ആൽഫ ഇലക്ട്രോണിക്സ്. ആൽഫ ഇലക്ട്രോണിക്സിന് സാധനങ്ങൾ വിറ്റിരിക്കുന്നു. ഇൻവോയ്സ് നമ്പർ ഉണ്ട്, എന്താണ് വിറ്റിരിക്കുന്നതെന്നുണ്ട്. വിറ്റിരിക്കുന്ന അതിന് ട്രേഡ് ഡിസ്കൗണ്ടും കച്ചവട കിഴിവും കൊടുത്തിട്ടുണ്ട്. അപ്പം സെയിൽസ് ഡേ ബുക്കിൽ 28-ാം തീയതി എന്നും പറഞ്ഞുകൊണ്ട് കണ്ടോ, ആൽഫ ഇലക്ട്രോണിക്സ് 2 കമ്പ്യൂട്ടറാണ്, 30,000 രൂപ വെച്ച് 60,000. ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് 5% ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3000 കിട്ടും. അത് കഴിച്ചിട്ട് 57,000 ആണ് അതിലേക്ക് രേഖപ്പെടുത്തേണ്ടത്. ഇനി 31-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുണ ലിമിറ്റഡ്. അരുണ ലിമിറ്റഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു. ക്രെഡിറ്റ് പർച്ചേസ് ആണ്, പർച്ചേസ് ഡേ ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. കണ്ടോ, 31-ാം തീയതി അരുണ ലിമിറ്റഡിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. അതും ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് കൊടുത്തിലേക്ക് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും അപ്രോപ്രിയേറ്റ് ഡേ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഓരോ ഡേ ബുക്കുകളും ടോട്ടൽ ചെയ്യണം. അപ്പം ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തിടണം, അറിയാമല്ലോ. പിന്നെ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും ഒക്കെ ടോട്ടൽ ചെയ്ത് ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് ഡബിൾ ലൈനായിട്ട് അണ്ടർലൈൻ ചെയ്ത് ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതുകയും ചെയ്യണം. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ട്? അന്ന് ഞാൻ പറഞ്ഞായിരുന്നു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫുൾ സ്കോർ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ക്യാഷ് ബുക്ക് ഉൾപ്പെടെ വരയ്ക്കണം കേട്ടോ. ക്യാഷ് ബുക്ക് എന്താണ്? ഒരു സ്പെഷ്യൽ പർപ്പസ് ജേർണൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ബുക്കും കൂടി ഇതിൻ്റെ അകത്ത് വരയ്ക്കണം. അപ്പം വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്കും കണ്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഇവിടെ എല്ലാം ക്രെഡിറ്റ് പർച്ചേസാ. കണ്ടോ, എവിടെ നിന്നാ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ്, ആർക്കാ വിറ്റത് എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലാതെ ഇവിടെ പറഞ്ഞപ്പോൾ പർച്ചേസ് ഫ്രം ശിവറാം ഇലക്ട്രിക്, ഇവിടെ കണ്ടോ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന വേർഡ് അവിടെ കാണും കേട്ടോ. ഇവിടെയും കണ്ടോ ക്യാഷ് സെയിൽസ് ഉണ്ട്, അത് ക്യാഷ് എന്നുള്ള വേർഡ് അവിടെ ഉണ്ട്. ഇനി പേരും ഉണ്ട്, ക്യാഷും ഉണ്ടെങ്കിൽ അതും എന്തായിട്ട് കണക്കാക്കണം? ക്യാഷ് പർച്ചേസോ അല്ലെങ്കിൽ ക്യാഷ് സെയിലോ ആയിട്ട് കണക്കാക്കിക്കൊള്ളണം കേട്ടോ. ഫോർ ക്യാഷ് എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കി അത് എവിടെയേ പോകാവുള്ളൂ? ക്യാഷ് ബുക്കിലേ പോകാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Enter the following transactions of Megha Traders in appropriate subsidiary books and find out the total credit purchase and total return outwards. And appropriate subsidiary ബുക്കിലേക്ക് രേഖപ്പെടുത്താനാണ് പറയുള്ളൂ. ഏത് ബുക്കാന്ന് അവിടെ പറയില്ല. അപ്പോൾ ഏതൊക്കെ ബുക്കാണ് നമ്മൾ റെഡി ആക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഉണ്ടോ, ഇവിടെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബുക്ക് ഏതാണ്? പർച്ചേസ് ഡേ ബുക്കാണെന്നറിയാം. ആൻഡ് ടോട്ടൽ റിട്ടേൺസ് ഔട്ട്വേർഡ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഏത് ഡേ ബുക്കിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്? പർച്ചേസ് റിട്ടേൺ അല്ലേ? പർച്ചേസ് ചെയ്ത സാധനം മടക്കി നൽകുന്നത് രേഖപ്പെടുത്തുന്ന ബുക്കാണ് റിട്ടേൺ ഔട്ട്വേർഡ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലേ? ഓർക്കുന്നില്ലേ? അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നായിരിക്കുമെന്ന്. കണ്ടോ, അതുകൊണ്ട് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാം. നോക്കിക്കേ, 2016 ജൂലൈ 1 പർച്ചേസ് ദ ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഹരിശ്രീ ബുക്സ്. ഇവിടെ ഇൻവോയ്സ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. പർച്ചേസ് ആണ്, ഹരിശ്രീ ബുക്സിൽ നിന്നാണ്. ഓൺ ക്രെഡിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. രേഖപ്പെടുത്തേണ്ട ബുക്ക് ഏതാണ്? പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേർണലിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓരോ ഐറ്റംസും ഇതുപോലെ പർച്ചേസ് ബുക്കിലേക്ക് എഴുതി അതിനകത്തും ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടുള്ള എമൗണ്ട് അങ്ങോട്ടേക്ക് എഴുതിക്കോളും. ഇനി ജൂലൈ 8-ാം തീയതി പർച്ചേസ് ദ ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം പ്രീമിയം സ്റ്റോഴ്സ് ആസ് പെർ ദ വൗച്ചർ നമ്പർ 612. അപ്പോൾ ഇതും എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ് അല്ലേ? ഇവിടെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്, പ്രീമിയം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇവിടുന്ന് കടത്തിൽ വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പോൾ 8-ാം തീയതി പ്രീമിയം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് എഴുതിയിട്ട് ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്താം. ജൂലൈ 12-ാം തീയതി റിട്ടേൺഡ് ഗുഡ്സ് ടു ഹരിശ്രീ ബുക്സ് ആസ് പെർ ദ ഡെബിറ്റ് നോട്ട്. കണ്ടോ, ഹരിശ്രീ ബുക്സിന് തിരികെ നൽകി കുറച്ച് ഗുഡ്സ് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഹരിശ്രീ ബുക്സിൽ നിന്ന് നമ്മൾ 1-ാം തീയതി കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു.
അതിൽ കുറച്ച് ബുക്സ് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു അല്ലേ, അല്ലെങ്കിൽ മടക്കി നൽകി. അപ്പോൾ ഇത് രേഖപ്പെടുത്തുന്ന ബുക്ക് ഏതാണ്? പർച്ചേസ് റിട്ടേൺ അല്ലേ അത്. അപ്പം പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പം എന്താണോ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ആ പർച്ചേസ് റിട്ടേൺ ബുക്ക് നമ്മൾ വരയ്ക്കുക. എന്നിട്ട് കണ്ടോ, ഹരിശ്രീ ബുക്സിൽ നിന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുന്ന ഐറ്റംസ് അവിടെ എഴുതുന്നു. അതിനകത്ത് ഇതേ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ട്രേഡ് ഡിസ്കൗണ്ട് കൂടി കുറച്ചിട്ട് ഇത്രയും ഐറ്റത്തിൻ്റെ ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 4 അക്കൗണ്ടൻസി റെക്കോർഡ് ബുക്കിനാണ് 50 രൂപ വെച്ചിട്ട് 200 രൂപയാകുമല്ലോ. പിന്നെ 3 ഫിസിക്സ് റെക്കോർഡ് ബുക്കിന് ഒരെണ്ണത്തിന് 60 രൂപ വെച്ചിട്ട് 180 രൂപയാണ് ആകുന്നത്. അപ്പം അങ്ങനെ ടോട്ടൽ 380 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഈ ക്വസ്റ്റിനകത്ത് നോക്കിക്കേ, ഇവിടെ കണ്ടോ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്കിത് ഇവിടെ 10% കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ആ ഡിസ്കൗണ്ടൂടെ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ എങ്ങോട്ടേക്ക് എഴുതാനായിട്ട്, എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. അപ്പോൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 380 × 10/100 38. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ. ഇത്രയാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഇത്രയും സാധനത്തിന് കൊടുത്തിട്ടുള്ള തുക. അപ്പോൾ അത് വേണം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കാൻ കേട്ടോ. ഇനി അടുത്തത് ജൂലൈ 18. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം വിനായക സ്റ്റോഴ്സ് ആർ ആസ് പെർ ദ വൗച്ചർ നമ്പർ 217. പർച്ചേസ്ഡ് ആണ് വിനായക സ്റ്റോഴ്സിൽ നിന്ന്, അതായത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. ഏത് ബുക്കിലാണ്? പർച്ചേസ് ബുക്കിലാണ്. അപ്പോൾ 18-ാം തീയതി വിനായക സ്റ്റോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ബുക്കിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്ന എമൗണ്ടിൻ്റെ ടോട്ടൽ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ജൂലൈ 24-ാം തീയതി റിട്ടേൺഡ് ഗുഡ്സ് ടു വിനായക സ്റ്റോഴ്സ് ആസ് പെർ ഡെബിറ്റ് നോട്ട് നമ്പർ 13. അപ്പോൾ ഇവിടെ എന്താണ്? വിനായക സ്റ്റോഴ്സിൽ നിന്ന് നമ്മളിതേ 18-ാം തീയതി വാങ്ങിച്ചല്ലോ ഇത്രയും സാധനം. അത് 24-ാം തീയതി അതിൽ കുറച്ച് സാധനം എന്ത് ചെയ്യുന്നു? തിരികെ നൽകുന്നു വിനായക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുന്നതാണ്. ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്? പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. കണ്ടോ, പർച്ചേസ് റിട്ടേൺ വന്നപ്പോഴത്തേക്കിനും എന്തേ ഇവിടെ കണ്ടോ, ഇവിടെ അതിന് മുമ്പൊക്കെ വൗച്ചർ ഇൻവോയ്സ് ഒക്കെ അത് മാറി. കണ്ടോ, അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? ഡെബിറ്റ് നോട്ട്. കണ്ടോ, ഇവിടെയും ഉണ്ടായിരുന്നല്ലോ റിട്ടേൺ. കണ്ടോ, ഡെബിറ്റ് നോട്ട്. അപ്പോൾ പർച്ചേസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്ന് പറഞ്ഞു നിൽക്കുന്നത് ഡെബിറ്റ് നോട്ട് എന്നല്ല എന്നുണ്ട്. അവിടെ ഡെബിറ്റ് നോട്ട് നമ്പറാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ അതെ നോക്കിക്കോ, ഇവിടെ നോക്കണ്ടോ, ഡെബിറ്റ് നോട്ട് നമ്പർ എന്ന് വേണം കോളം ഹെഡിങ് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം 24-ാം തീയതി ഡെബിറ്റ് നോട്ട് നമ്പർ 13 വിനായക സ്റ്റോഴ്സിലേക്ക് 2 പാക്കറ്റ് ഓഫ് ഫോട്ടോ കോപ്പി പേപ്പർ ₹130. അപ്പോൾ 260 രൂപ. അപ്പോൾ ടോട്ടൽ എന്നിട്ട് എത്രയാണ് പർച്ചേസ് റിട്ടേൺ ഇതിൻ്റെ അകത്തുള്ളൂ അത് ടോട്ടൽ ചെയ്ത് ഡബിൾ ലൈൻ ഇട്ട് ഇവിടെ ടോട്ടൽ എന്ന് എഴുതിയേക്കാം. ഇനി അടുത്തത് ജൂലൈ 31-ാം തീയതി പർച്ചേസ്ഡ് 100 റൂൾഡ് നോട്ട് ബുക്സ് ₹20 per ബുക്ക് ഫ്രം കരീം സ്റ്റോഴ്സ് ഓൺ ക്രെഡിറ്റ്. 100 വരയിട്ട ബുക്കുകൾ വാങ്ങിച്ചിരിക്കുന്നു. ഒരെണ്ണത്തിന് 20 രൂപ വെച്ചിട്ട് കരീം സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ആണ് അല്ലേ, പർച്ചേസ് ബുക്കിൽ വേണം രേഖപ്പെടുത്താനായിട്ട്. 31-ാം തീയതി കരീം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിരിക്കുന്നതിൻ്റെ എമൗണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ടോട്ടൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് ടോട്ടൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ 22,600 രൂപയാണ് എന്നിട്ട് സാധനങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിരിക്കുന്നത്. അന്നേരം അവസാനം ആൻസർ ഷീറ്റിലേക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് 22,600 എന്നും ടോട്ടൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ടോട്ടൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞ് 602 അതും എഴുതി ഡബിൾ ലൈൻ ഇട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2017 മാർച്ചിൽ മിക്കവാറും വർഷങ്ങളിലുണ്ട് ഇത്തരത്തിൽ ഡേ ബുക്കുകൾ തയ്യാറാക്കാനായിട്ട്. സേതു എ ഡീലർ ഇൻ ബുക്സ് ഹാഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഫോർ ദ മന്ത് ഓഫ് ജൂൺ. ജൂണിലെ സേതു എന്ന് പറയുന്ന ഒരു ഡീലറുടെ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അത് നമ്മളോട് അപ്രോപ്രിയേറ്റ് ബുക്കിലേക്ക് കണ്ടോ റെക്കോർഡ് ദ അബൌട്ട് ട്രാൻസാക്ഷൻസ് ഇൻ അപ്രോപ്രിയേറ്റ് ഡേ ബുക്സ് അനുയോജ്യമായ ഡേ ബുക്കിലേക്ക് രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു. ഐഡന്റിഫൈ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ സി. ട്രാൻസാക്ഷൻ സി രേഖപ്പെടുത്തുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെന്റ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. എ പർച്ചേസ്ഡ് ബുക്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഹിമാലയ പബ്ലിഷേഴ്സ്. ഉണ്ടോ, പർച്ചേസ്ഡ് ആണ് ഹിമാലയ പബ്ലിഷേഴ്സ് എന്ന് ക്രെഡിറ്റിൽ വാങ്ങിച്ചിരിക്കുന്നതാണ്. ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്? പർച്ചേസ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ പർച്ചേസ് ബുക്ക് എടുക്കുക, അവിടേക്ക് ഇപ്പോൾ ഇവിടെ ഡേറ്റ് അല്ല ABC എന്നാണ് തന്നിരിക്കുന്നത്, എന്നാലും ഡേറ്റ് കോളം വരച്ചിട്ടേക്കണം. ഇൻവോയ്സ് നമ്പർ കൊടുക്കണം,
ഹിമാലയ പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് വാങ്ങിച്ചിരിക്കുന്നത് അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് ഇന്നർ കോളത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബി, പർച്ചേസ്ഡ് ബുക്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം സാരഥി ബുക്സിൽ നിന്നും കടത്തൽ വാങ്ങിച്ചിരിക്കുന്നു. അതും എവിടേക്കാണ് പോകേണ്ടത്? പർച്ചേസ് ബുക്കിലേക്കാണ് പോകേണ്ടത് അല്ലേ. ഇപ്പം സാരഥി ബുക്ക് എന്ന് പറഞ്ഞ് എന്താണോ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് 5%. അപ്പോൾ അതുകൂടെ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം. ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്താനായിട്ട്. സി, റിട്ടേൺഡ് ടു സാരഥി ബുക്സ്. ഇവിടെ സാരഥി ബുക്കിൽ നിന്ന് വാങ്ങിച്ചതിൽ കുറച്ച് ഐറ്റം എന്ത് ചെയ്ത് അവർക്ക് തിരിച്ചു നൽകി. ഇപ്പോൾ സാരഥി നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ ചെയ്തത്. പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യുന്നു? തിരിച്ചു നൽകുന്നു. അപ്പോൾ അതെന്താണ്? പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത് കണ്ടോ. ഇപ്പം പർച്ചേസ് റിട്ടേൺ ബുക്ക് 8 കോപ്പി ഓഫ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കും അതുപോലെ 15 കോപ്പി ഓഫ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റ് ബുക്കുമാണ്. അതിൻ്റെ വിലയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും റിട്ടേൺ ചെയ്തിരിക്കുന്ന ഐറ്റംസ് അത് രണ്ടും പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? ഡെബിറ്റ് നോട്ടാണ്. അപ്പോൾ എന്തെന്ന് എഴുതാവുള്ളൂ? ഡെബിറ്റ് നോട്ട് നമ്പറിനെ എഴുതാവുള്ളൂ കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇൻവോയ്സ് നമ്പറാണ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്ന ഇതിൻ്റെ ഉത്തരം ഏത് തന്നെയാണ്? സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ്. ഇത് രേഖപ്പെടുത്തുന്നുള്ള സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ്? ഡെബിറ്റ് നോട്ടാണ് അല്ലേ. അതായത് ഇത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേണിൻ്റെ ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന കോഡ് DP എന്നാണ്. അതായത് ഡെബിറ്റ് നോട്ട്, D ഫോർ ഡെബിറ്റ് നോട്ട്, P ഫോർ പർച്ചേസ് റിട്ടേൺ എന്ന് കേട്ടോ. അപ്പോൾ ഡെബിറ്റ് നോട്ടാണ് ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.